മക്കളെ, നമ്മളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പ്രോഗ്രഷൻ അരിത്തമാറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇൻ ദി പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലേഴ്സ് ഡ്രോൺ ഫ്രം ദി ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ ഒരേ അകലെ ഇടവിട്ടാണ് താഴത്തെ വരയിൽ നിന്ന് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. അതായത് ഈ ലംബങ്ങൾ വരച്ചിരിക്കുന്നത്, ഈ കാണുന്ന ലംബങ്ങൾ വരച്ചിരിക്കുന്നത് ഇവിടെ ഒരേ അകലമാണ്, കോമൺ ഡിഫറൻസ് സെയിം ആണ്, ഒരേ അകലെ ഇടവിട്ടാണ് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ ദ പിക്ചർ ബിലോ പെർപെൻഡിക്കുലേഴ്സ് ഡ്രോൺ ഫ്രം ദി ബോട്ടം ആർ ഈക്വലി സ്പേസ്ഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഷോ ദാറ്റ് ദ സീക്വൻസസ് ഓഫ് ദി ഹൈറ്റ്സ് ഓഫ് ദി പെർപെൻഡിക്കുലേഴ്സ് ഓൺ കൗണ്ടിങ് ദിസ് ഫോം ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അല്ലെങ്കിൽ ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കുക. ഈ ലംബങ്ങളുടെ ഉയരം, ഇതിൻ്റെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് തെളിയിക്കണം. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഡിഫറൻസ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് സെയിം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ലംബത്തിൻ്റെ ഹൈറ്റ് എക്സ് ആണെങ്കിൽ ഇത് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് കാണും, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ലെന്ത് നമ്മൾ അതിനോട് ആഡ് ചെയ്യും. അതായത് ഇത് എക്സ് പ്ലസ് വൈ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇത് എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഇത് എക്സ് പ്ലസ് വൈ ആയിരിക്കും. അതായത് എക്സ് പ്ലസ് 2y ആയിരിക്കും. അപ്പം ഇതെങ്ങനെയാണ്? എക്സ് പ്ലസ് 3y ആയിരിക്കും. ഇത് എക്സ് പ്ലസ് 4y ആയിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും ലെന്ത് എക്സ്, എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് 2y, എക്സ് പ്ലസ് 3y, എക്സ് പ്ലസ് 4y ഇങ്ങനെയാണ് പോകുന്നത്. നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഷോ ദാറ്റ് the sequence of the heights of the perpendiculars on counting this form an arithmetic sequence. അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങുന്ന ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കണം. തീർച്ചയായിട്ടും നമുക്കിത് ഈ ശ്രേണി കാണുമ്പോൾ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്, ഒരു സമാന്തര ശ്രേണിയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ എക്സ് വന്നു, ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് വന്നു. ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസിനോട് വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പം അടുത്ത ടൈം, ഇതാണ് നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. ഇവിടെയും സെയിം തന്നെയാണ്. എക്സ് വന്നു, കോമൺ ഡിഫറൻസ് വൈ ആണ്, അപ്പോൾ എക്സ് പ്ലസ് വൈ വന്നു. അടുത്ത കേസിൽ എക്സ് പ്ലസ് വൈയുടെ കൂടെ വീണ്ടും ഒരു വൈയും കൂടി ആഡ് ചെയ്തു, അപ്പോൾ എസ് പ്ലസ് 2y. വീണ്ടും അതിനോടൊരു വൈയും കൂടി ആഡ് ചെയ്തപ്പം എസ് പ്ലസ് 3y. അതിനോടൊരു വൈയും കൂടി ആഡ് ചെയ്തപ്പം എക്സ് പ്ലസ് 4y. അപ്പം നമുക്ക് ഈ ലിസ്റ്റ് കാണുമ്പോൾ അറിയാം ഇതൊരു സമാന്തര ശ്രേണിയാണ്, അല്ലെങ്കിൽ ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്.